രണ്ടാഴ്ച മുമ്പ് ഐ നോബഡിയിലൂടെ ജോണർ ബ്ലെൻഡിങ്ങുമായി വന്ന് നിസാം ബഷീർ ഒരു പണി തന്നു പോയതാണ്. ഇതാ ഇപ്പോൾ അടുത്ത ജോണർ ബ്ലെൻഡിങ് പണിയുമായി വന്നിരിക്കുകയാണ് ഷാഹി കബീറും കിരൺ ദാസും. സിനിമയ്ക്കുള്ളിലെ സിനിമയും ഫാമിലി ഡ്രാമയായും തുടങ്ങി ഹൊററും സൂപ്പർ നാച്ചുറലും സൈക്കോളജിക്കലുമായി വളർന്ന് അവസാനം ഒരു ഹൂഡനിറ്റ് മർഡർ മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷനായി അവസാനിക്കുന്ന സിനിമയാണ് ഉന്മാദം. സിനിമയിൽ തിരക്കഥാകൃത്താവാൻ ആഗ്രഹിക്കുന്ന ഒരു സാധാരണ പോലീസുകാരൻ ഷെല്ലിയാണ് കഥാനായകൻ. ഷെല്ലി ട്രാൻസ്ഫറായി പാലക്കാട് കോങ്ങാട് പോലീസ് സ്റ്റേഷനിലെത്തുന്നു. ആ സ്റ്റേഷനിലെ ഒരു കേസ് ഫയലുമായി ബന്ധപ്പെട്ട് കുറെ അന്ധവിശ്വാസങ്ങളുണ്ട്. തന്റെ തിരക്കഥാരചനയുടെ ഭാഗമായി കൂടെ ആ ഫയലിലെ പെൺകുട്ടിയുടെ യഥാർത്ഥ മരണകാരണം തേടി പോവുകയാണ് ഷെല്ലി. ഷെല്ലിയും പല്ലിയും തമ്മിലുള്ള ബന്ധമൊക്കെ ബ്രില്യൻസ് ആയി കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ആത്യന്തികമായി 2024 അഭിലാഷ് പിള്ള എഴുതി വിഷ്ണു വിനയ് സംവിധാനം ചെയ്ത അർജുൻ അശോകൻ ചിത്രം ആനന്ദ് ശ്രീബാലയുമായി കഥാപരമായും ഘടനാപരമായും തെറ്റല്ലാത്ത സാമ്യമുണ്ട് ഉന്മാദത്തിന്. നായകന്റെ ഡെല്യൂഷനും ആത്മഹത്യ എന്ന് കരുതിയ പെൺകുട്ടിയുടെ യഥാർത്ഥ മരണകാരണം കണ്ടുപിടിച്ച് ആത്മാവിന് ശാന്തി നേടിക്കെടുക്കുന്നതുമെല്ലാം അതേപോലെ ആനന്ദ് ശ്രീബാലയിൽ നിന്ന് ഉന്മാദത്തിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു. ജോസഫ് തൊട്ട് റോന്ത് വരെ പോലീസ് കഥകളിലൂടെ മലയാള സിനിമയിൽ ഒരു സ്പേസ് ഉണ്ടാക്കിയ ഒരു മിനിമം ഗ്യാരണ്ടി ആയിരുന്നു ഷാഹി കബീർ എന്ന പേര്. പോലീസിന്റെ കണ്ണിലൂടെ സിസ്റ്റത്തെയും ചുറ്റുപാടുകളെയും നോക്കിക്കണ്ട കഥകൾ. ഉന്മാദവും തുടങ്ങുന്നതും ബിൽഡപ്പ് ചെയ്യുന്നതുമെല്ലാം ഗ്രൗണ്ടഡായ റിയലിസ്റ്റിക് ആയ ഇമോഷണലായ ടിപ്പിക്കൽ ഷാഹി കബീർ സ്റ്റൈലിലാണ്. മുജീബ് മജീദിന്റെ സ്കോറിൽ വളരെ യുണീക്കായ ഒരു ടൈറ്റിൽ ഗ്രാഫിക്സിലൂടെ പ്രേക്ഷകൻ സിനിമയിൽ ഇന്നാവുന്നു. ആദ്യ പകുതിയിലെ മുജീബ് മജീദിന്റെ സ്കോറോട് കൂടിയ മിസ്റ്ററി ബിൽഡപ്പ് സീനുകളും എടുത്തു പറയേണ്ടതാണ്. എന്നാൽ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ത്രെഡും വൺലൈനും കിട്ടിയ ശേഷം അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന സിനിമയ്ക്കുള്ളിലെ സിനിമയിലെ തിരക്കഥാകൃത്തിന്റെ അതേ കൺഫ്യൂഷനും റൈറ്റേഴ്സ് ബ്ലോക്കുമെല്ലാം ഷാഹി കബീറിനും ഉണ്ടായിരുന്നു എന്ന് തോന്നും ഉന്മാദത്തിന്റെ രണ്ടാം പകുതി കാണുമ്പോൾ. ആദ്യ പകുതിയിൽ ഗംഭീരമായി സെറ്റ് ചെയ്തിരിക്കുന്ന ബിൽഡപ്പുകൾക്കൊന്നും ഒരു സാറ്റിസ്ഫൈയിങ് ആയ പേ ഓഫ് ലഭിക്കുന്നില്ല. ഔട്ട് ഓഫ് നോവർ കൊലപാതകത്തിന് ഒരു കാരണവും ബാക്ക് സ്റ്റോറിയും ഉണ്ടാക്കിയുള്ള ഒരു ടിപ്പിക്കൽ ജെൻറിക് മർഡർ മിസ്റ്ററി ആവുന്നുണ്ട് ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ഉന്മാദം. കൂനിന്മേൽ കുരുപോലെ നിരന്നു നിൽക്കുന്ന ഘടാഘടിയൻ ഗുണ്ടകളെ അത്രയും നേരം ഗ്രൗണ്ടഡായി ദുർബലനായി നിന്ന നായകൻ മാർക്കോ സ്റ്റൈലിൽ കലൈ കിങ്സണിന്റെ ആക്ഷനിൽ അടിച്ചിടുന്ന ട്രാൻസ്ഫോർമേഷനും. ഇങ്ങനെ കൊണ്ടുചെന്ന് അവസാനിപ്പിക്കാനായിരുന്നെങ്കിൽ ഹൊററും സൈക്കോളജിയും ഒക്കെ എന്തിനായിരുന്നു എന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത്. നിരാശപ്പെടുത്തുന്ന തിരക്കഥയിലും കുഞ്ചാക്കോ ബോബന് പെർഫോം ചെയ്യാൻ വേണ്ടുവോളം സ്പേസ് സിനിമയിലുണ്ട്. ഉന്മാദത്തിന്റെയും ഭ്രാന്തിന്റെയും ഇടയിലുള്ള ഷെല്ലിയുടെ മാനസിക വ്യാപാരങ്ങളെല്ലാം കൺവിൻസിംഗ് അല്ലാത്ത തിരക്കഥയിലും പെർഫോമൻസ് കൊണ്ട് കൺവിൻസിംഗ് ആക്കാൻ കുഞ്ചാക്കോ ബോബന് സാധിക്കുന്നുണ്ട്. നടന്ന സംഭവത്തിലെയും പൊന്മാനിലെയും തന്റെ അൺസാറ്റിസ്ഫൈഡ് ഹൗസ് വൈഫ് ആക്ട് ലിജോ മോൾ ഉന്മാദത്തിലും ആവർത്തിക്കുന്നു. ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ അമച്വറിഷ് പെർഫോമൻസ് പലപ്പോഴും ജീത്തു ജോസഫ് സിനിമകളെ ഓർമ്മിപ്പിച്ചു. ആസ് എ സസ്പെൻസ് ത്രില്ലർ പോസ്റ്ററുകളിലൂടെയും പ്രൊമോഷൻ ഇന്റർവ്യൂകളിലൂടെയും ദ ബിഗ് ഷോക്കിംഗ് റിവീൽ ഒളിപ്പിച്ചു വെക്കുന്നതിൽ വേണ്ടത്ര ശ്രദ്ധ മേക്കേഴ്സ് കൊടുത്തില്ല എന്ന തോന്നലാണ് സിനിമ കണ്ടുകൊണ്ടിരിക്കെ ഉണ്ടായത്. ആകെ തുകയിൽ ഷാഹി കബീറിന്റെ ഫിലിമോഗ്രഫിയിൽ ഓഫീസർ ഓൺ ഡ്യൂട്ടിയെ മറികടന്ന് ഏറ്റവും വീക്കസ്റ്റ് സിനിമയാകുന്നു ഉന്മാദം. തീരെ മോശമല്ലെങ്കിൽ കൂടെ ഷാഹി കബീറിന്റെ സിനിമ കാണാൻ ടിക്കറ്റ് എടുത്ത് കയറിയിട്ട് അഭിലാഷ് പിള്ളയുടെ സിനിമയുടെ റീമേക്ക് കണ്ടിറങ്ങേണ്ടി വന്ന അവസ്ഥയാകുന്നു പ്രേക്ഷകന്.